PV ജോഷിലയിലേക്ക് പോകാം. ഇനി ജോഷില, ഇതാ ഈ ഘട്ടത്തിൽ എന്തായാലും ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ല, പക്ഷേ പറയാതിരിക്കാനും സാധിക്കുന്നില്ല. കാരണം ഇന്നലെ UDF-ന്റെ അടക്കം ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണവും അങ്ങനെയായിരുന്നു. ഈ ഒരു ദുരന്തത്തിന് കാരണം അതാ തുരങ്കപാതയിലേക്ക് വെച്ച് കെട്ടുന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. അതിനെതിരെ കൃത്യമായിട്ട് പല കോണിൽ നിന്നും കൃത്യമായിട്ടുള്ള മറുപടിയും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള അനാസ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ അടക്കം കൃത്യമായ മുന്നറിയിപ്പ് അതാത് ഘട്ടത്തിലടക്കം സംസ്ഥാനത്തെ ഈ കൃത്യമായിട്ടുള്ള വകുപ്പുകൾക്ക് നൽകിയിരുന്നതാണ്. PWDക്ക് അടക്കം ഈ മണ്ണ് കൃത്യമായി മാറ്റണം, അതിനുവേണ്ടി ജില്ലാ ഭരണകൂടം സ്ഥലം അനുവദിക്കണം, ആ സ്ഥലത്തിന് വാടകയടക്കം നൽകാൻ സന്നദ്ധമാണെന്ന് കൊങ്കൺ റെയിൽവേ അടക്കം അറിയിച്ചിരുന്നു. എന്നിട്ടും അത് ഒന്നും ചെയ്തു കൊടുക്കാതെ വന്നതുകൊണ്ട് സംഭവിച്ചൊരു അപകടം തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്ന അനാസ മൂലം ഉണ്ടായ അപകടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും. പക്ഷേ രാഷ്ട്രീയമല്ല, എന്നാൽ യാഥാർത്ഥ്യം പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇവിടെ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴയായിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സമയത്ത് പോലും യെല്ലോ അലേർട്ടാണ് വയനാട് ജില്ലയിൽ പ്രഖ്യാപിച്ചത്. ആ ഒരു യെല്ലോ അലേർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നിസ്സാരമായി വയനാടിനെ കണ്ട അധികൃതർ അവർ ഇതിന് ഉത്തരവാദികളാണോ എന്നുള്ള ചോദ്യം ഉയരേണ്ടത് തന്നെയാണ്. കാരണം ഇവിടെ മണ്ണ് മാറ്റണം, അത് ഈ കൊങ്കൺ റെയിൽവേ അടക്കമുള്ള അധികൃതരടക്കം ചേർന്ന PWDയുടെ അവലോകന യോഗത്തിൽ തീരുമാനമായതാണ്. ഇവിടെ വലിയ തോതിൽ കൂട്ടിയിട്ട മണ്ണ് മാറ്റണം, അത് അപകടത്തിലേക്ക് നയിക്കും എന്നുള്ള നിർദ്ദേശം പോലും ഈ അവലോകന യോഗത്തിൽ ഉണ്ടായതാണ്. അത് നിർദ്ദേശം കൊടുത്തു എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും അത് നടപ്പിലായോ എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയൊരു നടപ്പിലാക്കാത്ത ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനെ മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ദുരന്തം അത് മേപ്പാടിയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മേപ്പാടി മേഖല അനുഭവിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളുമുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ നേരെ താഴെയാണ് കവളപ്പാറ ദുരന്തമുണ്ടായിരിക്കുന്നത്. തൊട്ടുമേലെ മുണ്ടക്കൈ ശൂരന്മല ദുരന്തം കഴിഞ്ഞ 2 വർഷം മുൻപ് നമ്മൾ അനുഭവിച്ചതാണ്. അതിൻ്റെ കെടുതികൾ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം ഈ വയനാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുത്തുമല ദുരന്തം നമ്മുടെ കണ്ണിന് മുന്നിലൂടെ കടന്നുപോയ ഇത്തരം ദുരന്തങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതിൽ നിന്നും ഒക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരു സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് ചോദ്യം തന്നെയായി നിലനിൽക്കേണ്ട കാര്യമാണ്. അതിന് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ഒരു സമയം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ 18 പേർ ഇവിടെ മണ്ണിനടിയിൽ പെട്ടു എന്നുള്ള ഒരു വലിയ ആശങ്ക നിലനിൽക്കെ എന്തൊക്കെയാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മണ്ണ് മാറ്റാൻ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവിടെ നിന്ന് റോഡിൽ നിൽക്കുന്ന മണ്ണ് പോലും മാറ്റാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ പോലും അതിനു മുൻപുള്ള സൗകര്യങ്ങൾ എന്തൊക്കെ ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതും ഒരു കാര്യവും ശാസ്ത്രീയമായി പഠനം പോലും നടത്താതെ മന്ത്രി T. സിദ്ദിഖ് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ മണ്ണ് ഇങ്ങോട്ടേക്ക് ഒലിച്ചു വന്നതാണ് എന്ന് ഉള്ള രീതിയിൽ ആണ് അതിൻ്റെ ഒരു പ്രസ്താവനയടക്കം നടത്തിയിട്ടുള്ളത്. മന്ത്രിമാർ നടത്തിയ പ്രസ്താവനയൊക്കെ നമുക്കറിയാം. കൃത്യമായി ഒരു സംഭവം ഉണ്ടായാൽ കൃത്യമായി അവലോകനം ചെയ്യാനോ പഠിക്കാനോ തയ്യാറാകാതെ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ എത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പോകുന്നുണ്ട്, എത്രമാത്രം അതിനെക്കുറിച്ച് ബോധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട സമയം കൂടി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ ഈ ഒരു വലിയ പ്രശ്നം നടക്കുമ്പോൾ എത്ര MLA-മാർ ഇവിടേക്ക് വന്നു ചേർന്നിരുന്നു എന്നുള്ളതും മന്ത്രിമാർ എപ്പോഴാണ് എത്തിയത് എന്നുള്ളതും എങ്ങനെയാണ് ഈ ഒരു ആശങ്ക ഇല്ലാതാക്കുന്ന വിധത്തിൽ ഏകോപനം നടത്തിയിട്ടുള്ളതും ഒക്കെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മാത്രമാണ്, രാത്രിയോടുകൂടി മാത്രമാണ് മന്ത്രിമാർ ജില്ലയിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ MLA-മാർ വൈകുന്നേരത്തോടു കൂടിയാണ് എത്തിയിട്ടുള്ളത്. 11:30-ക്ക് ഉരുൾപൊട്ടൽ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ മല ഇടിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നും ആ മണ്ണൊലിപ്പ് തുടരുന്ന സാഹചര്യമുണ്ട്. അവിടെ ബാക്കി ഭാഗം കൂടി ഇന്നലെ 2 സമയത്തായിട്ട് വീണ്ടും മണ്ണ് അടർന്നു വീണു എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ മലമുകളിൽ നിന്ന് മണ്ണ് ഒലിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സംസാരിച്ചപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടതും അത് തന്നെയാണ്. കണ്ടപ്പോൾ ഉള്ള ഒരു സംശയം ചോദിച്ചപ്പോൾ RRT സംഘവും നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ്. ഇന്നലെയുള്ളതിനേക്കാൾ കൂടുതൽ മണ്ണ് മലമുകളിൽ നിന്നും അടർന്ന് വീണിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിലേക്ക് നയിക്കുമ്പോൾ ഈ കൂട്ടിയിരുന്ന മണ്ണ് അതാണ് ഈ 3 തൊഴിലാളികളുടെ ജീവൻ
അപഹരിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 3 ജീവനുകൾ അപഹരിച്ചു എന്നുള്ളത് മാത്രമല്ല 5 പേർ ഇപ്പോഴും മിസ്സിംഗ് ആണ്. അവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെരച്ചിൽ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിലും ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മനുഷ്യനിർമ്മിത ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഒരു ഭരണകൂടം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവലോകനം ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ ഇവിടെയുള്ള മണ്ണ് എന്തുകൊണ്ട് മാറ്റിയില്ല? മണ്ണ് മാറ്റാൻ സർക്കാർ പറഞ്ഞു എന്ന് പറയുന്നു. എന്നാൽ സർക്കാർ നിർദ്ദേശം കൊടുത്തു എന്ന് പറയുന്നു. നിർദ്ദേശങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് നയിക്കുന്ന ഒരു കാരണം? അതിനെ ഇല്ലാതാക്കുക എന്നതും പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നത്. നേരത്തെ ലതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കടാബർ ഡോഗ് അടക്കമുള്ള സംഘം ഇവിടെ പരിശോധന നടത്താൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ 4 സംഘമായിട്ട് പിരിഞ്ഞ് ഡിഫൻസും പോലീസും NDRF ടീമും അടക്കമുള്ള 4 സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന നടത്താനാണ്. ശാസ്ത്രീയമായ രീതിയിലും ഇന്ന് പരിശോധന നടക്കും എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. 5 പേരുടെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. ഇന്നലെ ഏറെ വൈകിയും മണ്ണുമാറ്റൽ പ്രക്രിയ ഇവിടെ നടന്നിരുന്നു. മണ്ണുമാറ്റൽ എന്ന് പറയുന്നത് ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലും അതിന് ചുറ്റുമുള്ള മറ്റു പ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകളെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നലെ ഈ മീനാക്ഷി പാലത്തിന് മുകളിലും അതുപോലെ തന്നെ അതിനോട് തൊട്ടടുത്തുള്ള റോഡുകളിൽ നിന്നുമുള്ള മണ്ണ് മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്തത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി അത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. എന്നാൽ 2 ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന മണ്ണ് കൂടി ഇന്ന് മാറ്റേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ മണ്ണിനടിയിൽ മറ്റാരെങ്കിലും പെട്ടിട്ടുണ്ടോ 5 പേരുടെ കാര്യത്തിൽ ഉള്ള ആശങ്ക മാറുകയുള്ളൂ. അക്ഷയ്.